റഷ്യ ചൈന അതിർത്തിയിൽ തകർന്ന വിമാനത്തിലെ മുഴുവൻ പേരും മരിച്ചു. AN-24 റഷ്യൻ വിമാനമാണ് തകർന്നു വീണത്. അമൂർ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണത്. വിമാനത്തിലെ 43 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് മരിച്ചത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശ്രീജിത്ത്, ഒടുവിൽ എല്ലാ യാത്രികരും മരിച്ചതായി തന്നെയുള്ള വിവരം പുറത്തേക്കെത്തുന്നു. ഈ സംഭവം എപ്പോഴായിരുന്നു എന്നു മുതലുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വരെ സമഗ്രമായി ശ്രീജിത്ത്. സംഗീത, വിമാനം കാണാതായി എന്ന് വാർത്തകൾ വന്ന് 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ വിമാനം തകർന്നു വീഴുകയും വിമാനം തകർന്നു വീണ് അതിൽ യാത്രക്കാരും ജീവനക്കാരും അടക്കം എല്ലാവരും മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. 43 ജീവനക്കാരും 43 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അങ്ങനെ 49 പേർ, അതിൽ 5 പേർ കുട്ടികളാണ്. എല്ലാവരും മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് രാവിലെ ഇന്ത്യൻ സമയം 11 മണിയോടുകൂടിയാണ് ഈ വിമാനം കാണാതായി, എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നത്. അത് അമൂർ വനമേഖലയിൽ, അതായത് ചൈനീസ് റഷ്യൻ അതിർത്തിയിൽ അമൂർ വനമേഖലയിൽ കിഴക്കൻ അമൂറിൻ്റെ വനമേഖലയിലാണ്, റഷ്യയുടെ തന്നെ കിഴക്കൻ മേഖലയായ കിഴക്കൻ അമൂറിൻ്റെ വനമേഖലയിലാണ് വിമാനം കാണാതായത്. അവിടെ വെച്ചാണ് വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം നഷ്ടമായി എന്ന വിവരം ആദ്യം പുറത്തു വരുന്നത്. അതിനുശേഷമാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ പ്രകാരം വിമാനം പൂർണ്ണമായും തകർന്ന ശേഷം വിമാനം കത്തിയമർന്നു. ആ കത്തിയമർന്ന വിമാനത്തിൽ ഉണ്ടായിരുന്ന 49 പേരുമാണ് മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരാൻ കഴിയുന്നത്. അതീവ ദുഷ്കരമായ മേഖലയാണത്, പൂർണ്ണമായും വനമേഖലയാണത്. സമീപ പ്രദേശങ്ങളെല്ലാം മഞ്ഞ് മൂടിയ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം സ്വാഭാവികമായും ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ മരണസംഖ്യ വർദ്ധിച്ചതും അല്ലെങ്കിൽ എല്ലാവരും മരണത്തിന് കീഴ്പ്പെട്ടതുമായ വിവരം പുറത്തു വരുന്നത്. എന്തായാലും അമൂർ വനമേഖലയിൽ വിമാനം തകർന്നു വീണു എന്ന വിവരം പുറത്തു വരുന്നു. അതിനു മുമ്പ് വിമാനം കാണാതാകുന്നു. ഏതാണ്ട് ടിൻഡ വിമാനത്താവളത്തിനോട് ചേർന്ന് വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് വിമാനത്തിന് എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം നഷ്ടമാകുന്നത്. യാത്രാ വിമാനം തന്നെയാണ് AN-24 എന്ന് പറയുന്നത്. സൈബീരിയയിൽ നിന്നുള്ള അങ്കാറ എയർലൈൻസിൻ്റെ വിമാനമാണ്. ഈ വിമാനമാണ് തകർന്നു വീഴുന്നത്. സാധാരണഗതിയിൽ പ്രാദേശികമായി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് മാത്രം ഉപയോഗിക്കുന്ന വിമാന സർവീസാണ്, വലിയ രൂപത്തിലുള്ള വിമാന സർവീസ് അല്ല. എന്നാൽ പോലും എല്ലാ അർത്ഥത്തിലും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ സാങ്കേതിക തകരാർ മാത്രമല്ല, കാലാവസ്ഥ ദുഷ്കരമായതും അപകട കാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മേഖലയിൽ കാഴ്ചയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നു പൈലറ്റിന്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ ദുഷ്കരമായതാണ് അപകട കാരണം എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും 49 പേർ, 43 യാത്രക്കാരും 6 ജീവനക്കാരും അടക്കം 49 പേർ മരണപ്പെട്ടു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നത്. വിമാനം തകർന്നു വീണ് ഏതാണ്ട് 3 മണിക്കൂറുകൾക്ക് ശേഷം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവരെയും മരണപ്പെട്ടു എന്ന കാര്യമാണ് ഇപ്പോൾ സംഗീത നമുക്ക് നൽകാൻ കഴിയുന്നത്. തീർച്ചയായും ശ്രീജിത്ത്, ഇനി യാത്രക്കാരൊക്കെ ഏത് രാജ്യത്ത് നിന്നുള്ളവരാണെന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. ഈ പ്രാഥമികമായ നിഗമനം കാലാവസ്ഥയെ സംബന്ധിച്ച് മാത്രമുള്ളതാണോ? മറ്റെന്തെങ്കിലും പ്രാഥമികമായ നിഗമനം ഈ വിമാന തകർച്ചയ്ക്ക് പിന്നിലുണ്ടോ? യാത്രക്കാരെല്ലാവരും പൂർണ്ണമായും സൈബീരിയ മേഖലയിൽ നിന്നുള്ളതാണ്, റഷ്യൻ മേഖലയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. പ്രാദേശികമായി യാത്രാ വിമാനമായി ഉപയോഗിക്കുന്നതാണ് അങ്കാറ എയർലൈൻസിൻ്റെ AN-24 എന്ന് പറയുന്ന വിമാനം. അവിടെ ഇതിന് സാങ്കേതിക തകരാറുണ്ടായിരുന്നു എന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് അപകട കാരണം ഉണ്ടായതെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. പക്ഷേ അതിപ്പോൾ പൂർണ്ണമായും മാറുകയാണ്. കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും പെട്ടെന്നുണ്ടായ കാഴ്ച തകരാറുമാണ് വിമാനത്തിനുണ്ടായ അപകട കാരണമെന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്ന വിവരവും. എന്തായാലും വിമാനം തകർന്നു വീണു 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് കണ്ടെത്തിയ ശേഷമാണ് മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്ന വിവരത്തിലേക്ക് പോകുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവിടെ സംഗീത. ശരി ശ്രീജിത്ത്.